എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ? ശരി, വണ്ടി എടുക്കടാ. അതല്ലാന്ന് നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. സഞ്ജു ടെക്കി. കേരളത്തിലൊരു പ്രമുഖ വ്ളോഗറുടെ ഭാര്യ ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് ബ്ലോഗേഴ്സിനൊരു ചാകരയാണ്, പ്രത്യേകിച്ച് അരിയണ്ണന്. ഈ അരിയണ്ണം വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സുഹൃത്തിന്, സ്വന്തം സുഹൃത്തിന് ഒരു പ്രശ്നം വന്ന സമയത്ത് അവനെ വെച്ചിട്ട് അരി വാങ്ങുക. എന്തൊക്കെ പറഞ്ഞാലും പരിപാടി തന്നെയാണ്. ഞാനും കേട്ട സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എന്തിനാ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളു. ഇത് എപ്പം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും എൻ്റെ ഭഗവാനെ എന്നുള്ള ഒരു ടെൻഷനിലല്ലേ നിനക്ക് ഷോക്കിംഗ് വന്നത്? അല്ലാതെ നിനക്ക് എന്നാ തൊലിക്കാനാ ഷോക്കിങ്? പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പൻ. എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. കാരണം കമന്റ് ബോക്സിനകത്തും പേഴ്സണൽ മെസ്സേജിനകത്തും അഖിലിന്റെ വിഷയം സംസാരിക്കും. ഓബിയസ്ലി ആ പുഷ് എനിക്ക് വരും. നീ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ എവിടുന്ന് സസ്പെൻഡ് ചെയ്യോ, സ്ഥലം മാറ്റിയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യും? കുറച്ച് ഉളുപ്പ്, കുറച്ച്. നിന്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടിനെ ഞാൻ വിളിച്ച് സംസാരിച്ചതാണ്, എന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് തൊലിച്ചിരിക്കുന്നത്. ആ പയ്യന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഞാൻ ആലോചിക്കുന്നത്, ഈ നാട്ടുകാർ ചിന്തിക്കുന്നില്ലേ അവർക്കും നാളുകളിൽ ഇതേപോലൊരു ഇഷ്യൂ ലൈഫിൽ സംഭവിച്ച എന്തായിരിക്കും? CCTV ഫുട്ടേജ് അതിനിടയിൽ ആരൊക്കെ എടുത്ത് പുറത്തിടുന്നു. അതെടുത്തിട്ട് യൂട്യൂബിന്റെ ഒരു കോർണറിൽ വെച്ചിട്ട് ഒരു കാറിൽ കയറി ഇരുന്നിട്ട് കൊണയ്ക്കുന്നു. ഒരുപാട് ആളുകൾ ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ അപരാധം പടച്ചു വിടുന്നുണ്ടോ. ഞാൻ പോവാൻ കാരണം അവനാണ്, അവൾ രംഗത്ത്, വീഡിയോ പുറത്ത്. സ്ത്രീയുമായി അയാൾക്ക് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയത്. നിന്നോട് പറഞ്ഞോ? അത് കൃത്യമായിട്ട് ലൈഫ് വെച്ചിട്ട് ഊമ്പിച്ചിങ്ങനെ നക്കി ജീവിക്കുന്നു. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിചാരം. രാവിലെ വരാം.